ഹലോ കൂട്ടുകാരെ, ഇന്ന് വളരെ സിമ്പിളായി എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മുട്ടക്കറിയാണ് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് സവാളയൊന്നും ചേർത്തിട്ടില്ല. അതിനായിട്ട് ഒരു ചെറിയ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കിഴങ്ങ്, പിന്നെ മുട്ട. ആദ്യം മുട്ടയും കിഴങ്ങും നമുക്ക് നന്നായിട്ട് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയ കിഴങ്ങിനെ ഒരു മിക്സിയിലിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ള സവാളയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ മല്ലിയിലയും എല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി കുനുകുനുകുനാന്ന് പറയില്ലേ, അരിഞ്ഞ് വയ്ക്കുക. ഇനി ഒരു ചട്ടി വയ്ക്കുക. ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പിലയിട്ട് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഓക്കെ. അതിനുശേഷം അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം, പട്ട ഇട്ടതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ പേസ്റ്റ് ഉണ്ട്, അതും കൂടിയിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം കയ്യിലുണ്ടെങ്കിൽ മാത്രം കുറച്ച് ബട്ടറും ചേർക്കുക. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. തിളച്ച് കഴിഞ്ഞതിന് ശേഷം അവസാനം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് മുട്ടയിട്ട് മല്ലിയിലിട്ട് കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള മുട്ടക്കറി റെഡി. അപ്പം ഉണ്ടാക്കി നോക്കണേ. ചപ്പാത്തിയിലൂടെ അപ്പത്തിലൂടെ സൂപ്പറാണ് കഴിക്കാൻ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.